ഗായകൻ എന്ന നിലയിൽ മലയാളത്തിന് നിരവധി ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ച താരമാണ് എം.ജി. ശ്രീകുമാർ. മെയ് 25-ന് എം.ജിയുടെ പിറന്നാളായിരുന്നു. ഗുരുവായൂരിൽ പോയി കുളിച്ചു തൊഴുതാണ് ഇത്തവണ ഗായകന്റെ പിറന്നാൾ ദിനം തുടങ്ങിയത്. ഇതിനൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഗായകനെ കുറിച്ചുള്ള നിരവധി കഥകളും വിശേഷങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ യൂട്യൂബ് ചാനലിലൂടെ ഗായകൻ പങ്കുവച്ച കാര്യങ്ങളാണ് വൈറലാവുന്നത്. ഗായിക കെ.എസ്. ചിത്രയുടെ ഭർത്താവ് വിജയ് ശങ്കറുമായി ഒരിക്കൽ തനിക്ക് പിണങ്ങേണ്ടി വന്നതിനെ പറ്റിയാണ് എം.ജി സംസാരിച്ചത്. ഒരു ഹിറ്റ് പാട്ട് റെക്കോർഡിംഗ് ചെയ്യുന്നതിന് മുൻപാണ് വിജയുമായി താൻ പിണങ്ങിയത്. ശേഷം ചിത്രയും തന്നോട് പിണക്കത്തിലാണോ എന്നോർത്ത് ആശങ്കപ്പെട്ടിരുന്നതായിട്ടാണ് എം.ജി പറയുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: കണ്ണീർ കായൽ ഏതോ എന്ന ഗാനം റെക്കോർഡിംഗ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ചിത്രയുടെ ഭർത്താവുമായി ഞാൻ എന്തോ കാര്യത്തിന് വഴക്കിടേണ്ടി വന്നു. അതേ എന്തോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചും പറഞ്ഞു. അങ്ങനെ ഒരു നിസ്സാര കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയത്. പണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും വഴക്കാവുകയും ചെയ്തു. സൗകര്യം ഉണ്ടെങ്കിൽ മതി എന്ന നിലയിൽ ഞാനും നിന്നു. ശരിക്കും ആ പാട്ട് ഞാനും ചിത്രയും ചേർന്നിട്ടുള്ള ഡ്യുവറ്റ് ആയിരുന്നു. അങ്ങനെ ആ പാട്ട് പാടി. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ചിത്ര സ്റ്റുഡിയോയിലേക്ക് വന്നു. അദ്ദേഹത്തെ കാണാനില്ല. ഞങ്ങൾക്കൊപ്പം മ്യൂസിക് ഡയറക്ടറുമുണ്ട്. പക്ഷേ സംസാരമൊന്നുമില്ല. ഞാൻ കരുതി പണിയായെന്ന്. കാരണം ചിത്രയുടെ ഭർത്താവുമായിട്ടാണല്ലോ ഞാൻ വഴക്കുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും പടങ്ങൾ വന്ന എം.ജി ആണെങ്കിൽ ഞാൻ ഇനി പാടുന്നില്ലെന്ന് എങ്ങനെ പറയുമോ എന്നൊക്കെയുള്ള പലവിധ ചിന്തകളായിരുന്നു എൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടർ വന്ന് പാട്ടെഴുതി ഡിവൈഡ് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് ഞാൻ പാടേണ്ടതും ചിത്ര പാടുന്നതുമൊക്കെ ഏതൊക്കെയാണെന്നുള്ള ഡിസ്കഷൻ നടന്നു. പണ്ടൊന്നും ഇന്നത്തെ പോലെയല്ല, ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും ചിത്രം മിണ്ടുന്നില്ല. ചിത്രം മിണ്ടാത്തത് കൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി ചായയൊക്കെ കുടിച്ച് തിരികെ വന്നു. മോണിറ്റർ സമയമായി. 3 മോണിറ്റർ കഴിയുമ്പോൾ ആണ് റെക്കോർഡിങ്. അങ്ങനെ ആദ്യത്തെ മോണിറ്ററിൻ്റെ ടൈം എൻ്റെ ശബ്ദം ഒന്ന് ഇടറി. ഇതോട് ചൂടുവെള്ളം വേണോ എന്ന് ചിത്ര ചോദിച്ചു. അപ്പോഴാണ് ആശ്വാസമായത്. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ദുഃഖത്തിൻ്റെ അലകളൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല രീതിയിൽ പാടി തീർത്തുവെന്നും എം.ജി പറയുന്നു. നിരവധി ഗാനങ്ങൾ ഒരുമിച്ച് പാടി വലിയ വിജയം നേടിയ കോംബോയാണ് എം.ജി ശ്രീകുമാറും കെ.എസ്. ചിത്രയും. ഇരുവരുടെയും പാട്ടുകൾക്ക് എന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. ഇടയ്ക്കുണ്ടാവുന്ന ഇത്തരം പിണക്കങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന താരങ്ങളെ അഭിനന്ദിക്കുകയാണ് ആരാധകരും.